യമനിലെ ഹൂതി ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൂതികൾ ഇസ്രയേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ നീക്കം. ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകളിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി ഇസ്രയേൽ ആരോപിച്ചിരുന്നു. സനയിലെ പ്രസിഡൻഷ്യൽ പാലസ്, ഒരു സൈനിക സമുച്ചയം, ഇന്ധന സംഭരണ കേന്ദ്രം, വൈദ്യുതി നിലയങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹൂതി അധികൃതരുടെ കണക്കനുസരിച്ച് ഈ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 67 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിലവിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഹൂതികളുടെ മിസൈൽ ആക്രമണം തടയാൻ കഴിയാതെ പോയതിനെക്കുറിച്ച് ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ടെൽ അവീവിലെ കമാൻഡ് സെന്ററിൽ നിന്ന് ആക്രമണത്തിന് മേൽനോട്ടം വഹിച്ചു. വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിന് ശേഷം മധ്യാകാശത്ത് ചിതറിത്തെറിക്കുന്ന ബോംബുകളുടെ ദൃശ്യങ്ങൾ ഹൂതികൾ വീഡിയോയിലൂടെ പുറത്തുവിട്ടു. ഞായറാഴ്ച ഗിനത്തോൺ പട്ടണത്തിലെ ഒരു വീട്ടുവളപ്പിൽ ഒരു ക്ലസ്റ്റർ ബോംബ്ലെറ്റ് വീണതായി ഇസ്രായേൽ പ്രതിരോധ സേന IDF അറിയിച്ചു. ഇത് ചെറിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. മിസൈൽ തടയാൻ സാധിക്കാതെ പോയതിന്റെ കാരണം കണ്ടെത്താനാണ് അന്വേഷണം പ്രധാനമായും ലക്ഷ്യമിടുന്നത്.